ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പ്രോബബിലിറ്റി അഥവാ സംഭാവ്യത അഥവാ ചാൻസസ് ഓഫ് മാത്തമാറ്റിക്സ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഇവിടെ നമ്മൾക്കറിയാം, നമ്മൾ എന്ത് ഒരു പ്രോസസ്സാണെങ്കിലും അതിൻ്റെ ഒരു ചാൻസ് വിലയിരുത്തിയതിനു ശേഷമാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചാൻസ്, അതിൻ്റെ വാല്യൂ എത്രയാണ്, മാത്തമാറ്റിക്കലായിട്ട് അതിൻ്റെ ഒരു ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഐഡിയയിലോട്ട് പോകാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു കോയിൻ അല്ലേ, ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്യാണ്. ഈ കോയിനിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെനിക്ക് എന്താവാം, അത് ടെയിൽ ആവാം, അല്ലെങ്കിൽ എന്താവാം ഹെഡ് ആവാം. ഈ രണ്ട് ഫേസാണ് അതിനുള്ളത്, അല്ലേ? അപ്പോൾ ഞാനത് ടോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെനിക്ക് എന്താവാം ടെയിലാവാം, ഒന്നെനിക്ക് എന്താവാം ഹെഡ് ആവാം, അതല്ലെങ്കിൽ ഹെഡ് ആവാം. അപ്പോൾ ഏതിനാണ് സാധ്യത കൂടുതൽ, ഏതാണ് സംഭവിക്കുക? അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത നമ്മൾ എന്ത് പറയും, അതിന് 50-50 ആണ്, ഡൗട്ടൊന്നുമില്ലല്ലോ. ടെയിൽ എന്താണ് 50% ആണ്, ഹെഡ് എന്താണ് 50% ആണ്. സപ്പോസ് വേറൊന്ന്, ഒരു ബോക്സിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് നാണയങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിലെന്തുണ്ട്, ഒരു 2 റുപ്പീസിൻ്റെ നാണയങ്ങളുണ്ട്, 2 റുപ്പീസ്. അതുപോലെ തന്നെ എന്താണ് 5 റുപ്പീസിൻ്റെ നാണയങ്ങളുണ്ട്, 5 റുപ്പീസ് അല്ല 1 റുപ്പീസ് ആയിക്കോട്ടെ. 5 റുപ്പീസിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ 1 2 1 ഉണ്ട്. ഇതിൽ 2 റുപ്പീസ് ഒരു 10 എണ്ണം ഉണ്ട്. ഓക്കെ, 1 റുപ്പീസ് 15 എണ്ണം ഉണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ഈ പെട്ടിയിൽ നിന്ന്, ഈ ബോക്സിൽ നിന്ന് ഒരു നാണയം എടുക്കുകയാണ്. അതിലോട്ട് നോക്കാതെ എന്താണ് ഒരു നാണയം എടുക്കുകയാണ്. അതിൽ ഏത് നാണയം കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ? നിങ്ങൾ പറയും അതിന് സാധ്യത കൂടുതൽ 1 റുപ്പീസ് കിട്ടാനാണ്. ശരിയാണ്. കാരണം എന്താ, ഇതിൽ 1 റുപ്പീസാണ് കൂടുതൽ, അല്ലേ? അപ്പോൾ അതിൻ്റെ സാധ്യത എത്രയുണ്ട്, അത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എത്രയാണ് സാധ്യത? അപ്പോൾ സാധ്യതയ്ക്കുള്ള ഒരു ഫോർമുല എന്താണ്, ഇക്വേഷൻ എന്താണ്? വളരെ ഈസിയാണ്. സാധ്യത സമം എന്താണ്, അനുകൂലമായ ഫലം, അനുകൂല ഫലങ്ങൾ ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങൾ. ഇതാണ് എന്ത്, സാധ്യതക്കുള്ള ഇക്വേഷൻ. അനുകൂല ഫലങ്ങൾ ബൈ ആകെ ഫലങ്ങൾ. ഒരു ഉദാഹരണം നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നാണയം എറിയുന്നു. ഒരു നാണയം എന്താണ് എറിയുന്നു. ആ നാണയം എറിയുന്നത് എന്താണ്, ചോദ്യം ഇതാണ്, അതിൻ്റെ ഹെഡ് ടെയിൽ അഥവാ തലയും വാലും, അല്ലേ? അപ്പം തല കിട്ടാനുള്ള സാധ്യത എത്രയാണ്, അതാണ് ചോദ്യം. തല കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഞാൻ എന്ത് ചെയ്താണ്, സാധ്യത നമ്മൾ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് അനുകൂല ഫലം അഥവാ നമുക്ക് എന്താ നമുക്ക് തല കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര തല ഇതിലുണ്ട്, ഒന്നല്ലേ ഉള്ളൂ. ആകെ ഫലങ്ങൾ എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ ആൻസർ എന്താ വരിക, 1/2. ഇതാണ് സാധ്യതയ്ക്കുള്ള ഇക്വേഷൻ. ക്ലിയർ ആണോ? വളരെ ഈസിയാണ്. ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡൈ എറിയാം. ഡൈസ് പറഞ്ഞാൽ നമ്മളെ പാമ്പും കോണി കളിക്കുന്ന കട്ട ഉണ്ടല്ലോ. ഓക്കെ, ആ സമചതുര കട്ട എറിയുന്നു. അഥവാ 1 മുതൽ 6 വരെ എഴുതിയിട്ടുള്ള സമചതുര കട്ട എറിഞ്ഞാൽ ഒരു ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, 5 കിട്ടാനുള്ള സാധ്യത എത്ര? 5 എന്നുള്ള നമ്പർ കിട്ടാനുള്ള സാധ്യത. രണ്ടാമത്തെ ചോദ്യം, ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടാവുന്ന ഒരു ചാപ്റ്ററാണിത്.
എന്തായാലും ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇരട്ടസംഖ്യ കിട്ടാനുള്ള സാധ്യത. അടുത്തത് 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത. 3ന്റെ ഗുണിതം. ഞാൻ ഇതിൽ നമ്പർ എടുക്കുമ്പോൾ 3ന്റെ ഗുണിതം. നാലാമത്തത് 2ൽ കൂടുതലുള്ള നമ്പർ കിട്ടാനുള്ള സാധ്യത. 2ൽ കൂടുതലുള്ള സംഖ്യ കിട്ടാനുള്ള സാധ്യത. ഞാൻ അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്താണ്. 5 6ൽ കൂടുതലുള്ള സംഖ്യ കിട്ടാനുള്ള സാധ്യത. 6ൽ കൂടുതൽ. 6ൽ കൂടുതലുള്ള സംഖ്യ. ഒന്നാമത് നോക്കാം. 5 കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഞാൻ ഇവിടെ തന്നെ അതിന് ആൻസർ ചെയ്താണ്. എത്ര 5 ഇതിലുള്ളത്? 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ ഒന്നല്ലേ ഉള്ളൂ. ഒരിക്കലും ഇവിടെ 5 എന്ന് എഴുതരുത്. ആകെ ഫലങ്ങൾ എത്രയാണ്? 6. അപ്പോൾ ആൻസർ എന്താ? 1/6 ഇതിനെല്ലാത്തിനും 1/6. 1 കിട്ടാനും 2 കിട്ടാനും 4ഉം 5ഉം 6ഒക്കെ കിട്ടാൻ സാധ്യത എന്താണ്? 1/6. ഒരിക്കലും എന്ത് ചെയ്യരുത്? 5 കിട്ടാറുമ്പോൾ 5/6 എന്ന് എഴുതരുതേ. 1/6. ഒരു 5 ഇതിലുള്ളത്. 2 5 ഉണ്ടെങ്കിൽ 2 എന്ന് എഴുതേണ്ടി വരും. ഇനി ഇരട്ടസംഖ്യ കിട്ടാനുള്ള സാധ്യത. എത്ര ഇരട്ടസംഖ്യ ഇതിലുണ്ട്? 2 4 6. അപ്പോൾ എത്രയാണ്? 3 ഉണ്ട്. അപ്പോൾ 3/6 വരിക. 3/6 എന്താ വരിക? 1/2 അല്ലേ? 3/6 പറഞ്ഞാൽ 1/2. കാരണം എന്താണ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. 1/2. അടുത്ത 3ന്റെ ഗുണിതം. 3ന്റെ ഗുണിതം ഏതൊക്കെയാണുള്ളത്? 3ന്റെ ഗുണിതം 3 ഉണ്ട്, 6 ഉണ്ട്. ഈ 2 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? 2/6. അത് നമുക്ക് അനുകൂലമായ ഫലം. 3ന്റെ ഗുണിതം എത്ര ഉള്ളത്? ഈ 6 വരേണ്ട എളുപ്പം ഡിനോമിനേറ്ററിൽ എപ്പോഴും 6 ആയി. കാരണം ടോട്ടൽ 6 ഉള്ളത്. 1 2 3 4 5 6. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 1/3. ഓക്കെ. ഇനി 2ൽ കൂടുതലുള്ള സംഖ്യ. 2ൽ കൂടുതൽ പറഞ്ഞാൽ എന്തൊക്കെയാണ്? 3 4 5 6. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 4/6 അഥവാ 2/3. ഓക്കെ. അടുത്തത് 6ൽ കൂടുതലുള്ള സംഖ്യ. 6ൽ കൂടുതലുള്ള സംഖ്യ ഏതൊക്കെയുള്ളത്? ഇല്ലല്ലോ. അപ്പോൾ ആൻസർ എന്താണ്? 0 ആണ്. 0/6 അതാ 0. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാധ്യത ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 1 അല്ലേ? 100% അല്ലേ സാധ്യത അല്ലേ? മാക്സിമം 100%. ഏറ്റവും കുറവ് വരുന്നത് എത്രയാണ്? 0 ആണ്. ഒരു സാധ്യതയില്ല. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ. ഒരു ബോക്സ്. ആ ബോക്സിൽ 4 വൈറ്റ് ബോൾ ഉണ്ട്, 5 റെഡ് ബോൾ, 6 ബ്ലാക്ക് ബോൾ. ഓക്കെ. 4 വെളുത്ത പന്തുകൾ, 5 ചുവന്ന പന്തുകൾ, 6 കറുത്ത പന്തുകളുണ്ട്. ചോദ്യം ഇതാണ്. ഈ പെട്ടിയിലേക്ക് നോക്കാതെ എന്ന് പറയാൻ കാരണം നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് റെഡ് നമ്മൾ ഇഷ്ടമുള്ള എടുക്കും. ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എന്താണ്? കറുത്ത പന്ത് ആവാനുള്ള സാധ്യത എന്താണ്? കറുത്ത പന്ത് ആവാനുള്ള സാധ്യത. അതിന് സാധ്യത നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് സാധ്യതക്കുള്ള ഇക്വേഷൻ എന്താണ്? ആദ്യം അനുകൂല ഫലം. കറുത്ത പന്ത് എത്ര ഉള്ളത്? 6 എണ്ണമാണ് അല്ലേ? താഴെ എന്താണ്? ആകെ ഫലം. ആകെ എത്ര ഉള്ളത്? 15 എണ്ണം. അപ്പോൾ 6/15. 6/15. 6/15. ഇതിൽ കോമൺ 3 അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 2/5. ആൻസർ എന്താ വരിക? കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത 2/5. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ തന്നെ വേറെ ചോദ്യം ചോദിക്കുകയാണ്. വെളുത്ത പന്ത് അല്ലാതിരിക്കാനുള്ള സാധ്യത. വെളുത്ത പന്ത് അല്ലാതിരിക്കാനുള്ള സാധ്യത, ആവാതിരിക്കാനുള്ള സാധ്യത. വെളുത്ത പന്ത് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? റെഡോ ബ്ലാക്കോ ആവാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് സാധ്യത സമം അല്ലേ? വെളുത്ത പന്ത് അല്ലാതിരിക്കാൻ അല്ലേ? വെളുത്ത പന്ത് അല്ല എന്ന് പറഞ്ഞാൽ റെഡും ബ്ലാക്കും അല്ലേ? 6 + 5 11 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? 15. ഇതാണ് എന്ത്? വെളുത്ത പന്ത്
അല്ലാതിരിക്കാനുള്ള സാധ്യത. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് എന്താണ് ഈ ഒരു സാധ്യത എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ടോട്ടലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇതിൽ കറുത്ത പന്താവാനുള്ള സാധ്യത പറഞ്ഞു. ഇനി വെളുത്ത പന്ത് അല്ലാതിരിക്കാൻ, ഇനി വേറെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, വെളുത്ത പന്തോ അതല്ലെങ്കിൽ കറുത്ത പന്തോ ആവാനുള്ള സാധ്യത. വെളുത്തതായാലും മതി, കറുത്തതായാലും മതി. അങ്ങനെ ആകുമ്പോൾ ഏതാ വരിക? ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് വരും? 6+4 അല്ലേ? 6+4 ഡിവൈഡഡ് ബൈ 15. ആൻസർ എന്ത് വരും? 10/15 ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 3. ശരിയല്ലേ? 2 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3 ആൻസർ വരും. ഓക്കെ, ഇതാണ് സാധ്യത എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ എന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ആർക്കും ഇതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലുള്ള ഏകദേശം പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.